ഹലോ. അങ്ങനെ മുത്തപ്പനെ കാണാൻ ഞങ്ങൾ മലയാറ്റൂരെത്തി. വെളുപ്പിന് 5 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ അടിവാരത്തുള്ള മുത്തപ്പൻ്റെ കയറി പ്രാർത്ഥിച്ചു, തിരികളൊക്കെ കത്തിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ മല കയറിയത്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണവുമായിരുന്നു, കയറാനൊക്കെ സുഖമായിരുന്നു. ഞങ്ങൾ 14 സ്ഥലങ്ങൾ, അതായത് കുരിശിൻ്റെ വഴി ചൊല്ലി തിരികളൊക്കെ കത്തിച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് എത്തിയത്. മുകളിൽ തോമാശ്രീയുടെ രൂപത്തിൻ്റെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുർബാനകളൊക്കെ ചൊല്ലിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തു. രാവിലെ ആയതുകൊണ്ട് തന്നെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അങ്ങനെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആനകുത്തിയ പള്ളി കേട്ടോ. ഇതിപ്പോൾ ഗ്ലാസ്സൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ആ പള്ളിയുടെ ഉള്ളിൽ കാഴ്ചയാണ്. ഇത് കിണർ, അത്ഭുത നീരുറവയുള്ള കിണറാണത്. പിന്നെ പ്രധാന പള്ളിയിലേക്ക് എത്തി. ഞങ്ങൾ വരുമ്പോൾ അവിടെ ദിവ്യബലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. പിന്നെ പൊന്നും കുരിശ് വണങ്ങി പ്രാർത്ഥിച്ചു. തോമാശ്രീയുടെ കാൽപാദം കണ്ടു. ഞങ്ങൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു വലിയ കുരിശായിട്ട് ആളുകൾ കയറുന്നത് കണ്ടു. അതപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ മലയിറങ്ങി. ഒരു 9 മണിയായപ്പോഴേക്കും മലയിറങ്ങാൻ തുടങ്ങിയാണ്. കയറിയതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങാൻ. മഴ പെയ്തിരിക്കുന്നതിനാൽ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. താഴത്തെത്തിയതിന് ശേഷം നമ്മൾ മലയുടെ മുകളിലോട്ട് നോക്കി കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുകയാണിപ്പോൾ. അങ്ങനെ അടിവാരത്തെത്തിയപ്പോൾ അവർ കഞ്ഞിയും കയറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ താഴത്തെ പള്ളിയിലേക്ക് വന്നു. അവിടെ അകത്ത് കുറച്ച് നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ കടവിലേക്ക് പോയി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതനുസരിച്ച് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആ ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ വിടില്ല. അങ്ങനെ ഈ വർഷത്തെ മലയാറ്റൂർ തീർത്ഥാടനം കഴിയും. അടുത്ത വർഷം വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ബൈ.